ചാലപ്പുറത്തെ CMP സ്ഥാനാർത്ഥിയായ ബി സജീവ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുമ്പോൾ പഴയ നിലപാടിൽ തന്നെയാണ് ചാലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. നമുക്ക് അവരോടൊപ്പം തന്നെ ചേരാം. ശ്രീ അയൂബ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്. എങ്ങനെയാണ് സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്? UDFന്റെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, എന്റെ നിലപാടിൽ യാതൊരു മാറ്റമില്ല. ഞാൻ ഒറ്റ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. വി വാണ്ട് ഫോർ ദിസ് സീറ്റ് ഫോർ കോൺഗ്രസ്. വി വാണ്ട് ഹാൻഡ് മാർക്സ്. അതാണ് കാൻഡിഡേറ്റ് എക്സ് ഓർ വൈ, ദാറ്റ്സ് നോട്ട് പ്രോബ്ലം. പക്ഷേ അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് കാലങ്ങളായിട്ട് മത്സരിച്ചും കൊണ്ടിരിക്കുന്ന സീറ്റാണ്. നമ്മളെപ്പോലുള്ള പ്രവർത്തകരെ മാനിക്കാതെ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഈ സീറ്റിന്റെ സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും അന്ന് അന്വേഷിക്കണ്ടേ. ജയിക്കുമോ തോക്കുമോ, നമ്മളെത്ര വോട്ട് ചേർത്തിട്ടുണ്ട്, നീ ജയിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിൽ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഇങ്ങനെയും കാരണം കൊണ്ട് നമ്മൾ ജയിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഘടകകക്ഷി കൊടുത്തൂടെ, അങ്ങനെയൊക്കെ ഒരു ആലോചന വേണ്ടേ? ഒന്നും ചെയ്യാതെ ഇവര് തോന്നിയ മാതിരി ഒരു എന്താണ് അടി ചണ്ടക്കും പണം മാരാർക്കും എന്നുള്ള രീതിയിൽ നടക്കുന്നത് ശരിയല്ലല്ലോ. ആണോ? അല്ലല്ലോ. അതാണ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല CMPയുടെ വിജയത്തിനായി നിങ്ങൾ? അല്ല, ഇനിയിപ്പോ അദ്ദേഹം ജയിച്ചാലും തോറ്റാലും ഞാൻ ഈ അടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ജീവിതത്തിൽ കാലാകാലം ഞാൻ തോൽപ്പിച്ചു എന്നുള്ളൊരു പേര് വരും. അതിന് ഞാൻ തയ്യാറല്ല. അപ്പൊ ഞാൻ കത്ത് കൊടുത്തു. ഞാൻ ഇന്നലെ വൈകുന്നേരം രാത്രി വരെയാണ് പാർട്ടിക്ക് സമയം കൊടുത്തിരുന്നത്. ഇന്ന് ഈ സമയം വരെ ആയിട്ടും ആരും വിളിച്ചിട്ടില്ല. പാർട്ടിന്റെ ആരും തന്നെ എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാവില്ലേ പാർട്ടിയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ്? ഇല്ല. ഞാൻ അവർ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ല. ഞാൻ ഇനി ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഇതോടുകൂടി നിർത്തും. കോൺഗ്രസുമായിട്ടുള്ള ബന്ധം? കോൺഗ്രസ് അല്ല, എന്റെ രക്തത്തിൽ കോൺഗ്രസ് അല്ല. ഞാൻ കോൺഗ്രസ്സുകാരനല്ലേ. ഞാൻ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. അല്ല, മറ്റ് ഈ പ്രവർത്തനം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തില്? പ്രവർത്തനം, ഞാൻ പൊതുപ്രവർത്തകനാണ്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചാലപ്പുറത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനാണ്. അതിപ്പോ എനിക്ക് പൊതുജന സേവനത്തിന് ഒരു പാർട്ടിയുടെ ലേബിളിന്റെ ആവശ്യമില്ല. അത് ഞാൻ തുടർന്നും എന്റെ ജീവിതം, എന്റെ മരണം വരെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. പാർട്ടി പ്രവർത്തനമായി തുടരില്ല എന്നാണോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർട്ടിയുടെ ലേബിളിൽ നിൽക്കണം എന്നുള്ളത് നിർബന്ധമില്ല പൊതുപ്രവർത്തനത്തിന്. ജനങ്ങളെ സഹായിക്കാൻ നല്ലൊരു മനസ്സുണ്ടായാൽ മതി. അത് എനിക്കുണ്ട് എന്നുള്ളത് നാട്ടുകാർക്കറിയാം. നാട്ടുകാർ എന്റെ അടുത്തൊരു വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. മത്സരങ്ങളുണ്ടാകുമോ? അത് എന്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ ആവശ്യപ്പെടുക, എന്താണ് നീ മത്സരിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നതനുസരിച്ച് അതിനായി ഉചിതമായ തീരുമാനം നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കും. തള്ളാൻ കഴിയില്ല. നമ്മൾ അത് പറയാൻ പറ്റുന്ന കൂടെ എന്റെ കൂടെ നമ്മൾ ഇന്നലെ 16 പേര് ഒപ്പിട്ട കത്താണ് കൊടുത്തത്. മാർഷൽ ഇന്നലെ പറഞ്ഞത് തെറ്റിപ്പോയി, 12 തെറ്റിപ്പോയി. 16 പേര് ആ കടലാസിന്റെ കോപ്പികളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ കൊടുത്തത് ഒരേ സ്റ്റൈലില് ഫോട്ടോസ്റ്റാറ്റ് അല്ല, 4 പേപ്പറിൽ ഈ ഒപ്പിട്ട ആൾക്കാരുടെ ഒരേ സ്റ്റൈലിൽ ഒപ്പിടിപ്പിച്ച പേപ്പേഴ്സാണ് ഞങ്ങളടുത്തുള്ളത്. ഒരു പേപ്പറിൽ ഒപ്പിടിപ്പിച്ചിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച സാധനമല്ല. അതിൽ 4 ഒരു കോപ്പി അവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പം അത് തള്ളാൻ പറ്റില്ല. അപ്പം ഇത് എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ട്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നു, സീറ്റ് ഘടകകക്ഷിക്ക് നൽകുന്നു, എന്താണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും ധാരണയുണ്ടോ? ഒരു ധാരണയില്ലല്ലോ. ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ. ഇവര് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഇങ്ങനെ ഒരു പുറമെന്ന് ഇങ്ങനെ കേട്ടു CMPക്ക് കൊടുത്തു. അപ്പൊ അതിന്റെ മുന്നേ ഞാനൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആത്മഹത്യാപരമാണ് ഈ ചെയ്യുന്നത്, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ലെറ്റർ. അതിനൊരു മറുപടി തന്നില്ല. ഒന്നുമില്ല, ശരിയായ നടപടിയല്ല. ഇതിപ്പോ അയൂബ് മാത്രമല്ല, നിങ്ങൾ ഈ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന എല്ലാവരുടെ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള, ഞാൻ ട്രഷററാണ് വാർഡിന്റെ, പിന്നെ മുൻ വൈസ് പ്രസിഡന്റാണ്, പിന്നെ അശോകസിന്റെ ഇതിന്റെ. ഞങ്ങളിപ്പോൾ ഈ നേതൃത്വത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് രാജി ഇന്നലെ ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചെന്നിത്തല പറഞ്ഞ് ഈ പ്രശ്നം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അർത്ഥത്തിലാണ് അറിയുന്നത്. പക്ഷെ അവരനുഭവം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ ആ പത്രസമ്മേളനത്തിലൊന്നും കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. നമ്മൾ നേതൃത്വത്തിന് പിടിപ്പുകേടിനെ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അവര് ആലോചനയിലൂടെ ചെയ്തിട്ടില്ല. ഇത് എന്താണ്, ഒരു CMPക്ക് ആപ്പടെ 3 വോട്ടാണ് അവിടെ ഉള്ളത്, വിജയകൃഷ്ണനും മറ്റുള്ള 2 വോട്ടുകൾ. അങ്ങനെയുള്ള ഒരാളുകൾക്ക്, കോൺഗ്രസിന്റെ മറ്റുള്ള ആളുകൾക്ക് പിന്നെ ഇവിടെ വോട്ട്, കോൺഗ്രസിന്റെ സ്ഥിരം വോട്ട് എന്താണ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണിത്. MT പത്മ, നിയാസ് വരുമല്ല. ആ സീറ്റ് ഇവരെന്ത് ചെയ്തു? ഒരു സുപ്രഭാതത്തിൽ കൂടിയാലോചന ഇല്ലാതെ, വാർഡ് കമ്മിറ്റി ആലോചിക്കാതെ, മണ്ഡലത്തിൽ ആലോചിക്കാതെ ഒരു CMPന്റെ ആളുകൾക്ക് അത് കൊടുക്കുകയാണ് ചെയ്തത്. ഈ സജീവ് എന്ന സ്ഥാനാർത്ഥി തന്നെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് താല്പര്യമൊന്നുമില്ല, അവർ പറഞ്ഞപ്പോൾ ഞാൻ നിന്നു പോയതാണ്. അഥവാ അയ്യൂബ് വരെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പിന്മാറും എന്നുള്ള അർത്ഥത്തിലാണ് മുമ്പ് സംസാരിച്ചിരുന്നത്.
അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഇതില്ല. അപ്പോൾ അത് നമ്മുടെ നിലപാടാണ് നമ്മളിത്. അപ്പോൾ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് പിന്നെ മാറി നിൽക്കുകയാണ്. ബാക്കിയുള്ള ആലോചനകൾ നമ്മൾ കൂടി ആലോചിച്ചിട്ട് നമ്മുടെ പ്രവർത്തകരുണ്ട്, വളരെ സജീവമായ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരുമായി ആലോചിച്ചിട്ട് ഭാവി കാര്യങ്ങൾ എന്താണെന്ന് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആ തള്ളികളാൻ പാടില്ല. അപ്പം നിങ്ങളൊക്കെ കോൺഗ്രസിനോട് ഇപ്പൊ പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് തീരുമാനം. അതെ അതെ. ഇപ്പൊ തൽക്കാലം ഇപ്പം ഇവരെ നിങ്ങൾ ഇത്രയും ആൾക്കാർ അത്രയും ആളുകൾ പിന്നെ നിർജ്ജീവമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളെ അടുത്ത ആലോചനയിലൂടെ തീരുമാനിക്കും. ഇപ്പോൾ ഈ ചില പീടികളെ കടലാസിലൊക്കെ നമ്മൾ കാണും വിറ്റ സാധനം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. അത് കൺസ്യൂമർ ആക്ട് പ്രകാരം തെറ്റുവാണ്. ഇതിപ്പോ അങ്ങനെ അതിപ്പോ ഇവര് വിറ്റുപോയി, സീറ്റ് വിറ്റുപോയി, അത് തിരിച്ചെടുക്കാൻ പറ്റൂല എന്നുള്ള കണ്ടീഷനിലാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. കൺസ്യൂമർ ആക്ട് പ്രകാരം തെറ്റാണ്. ആ നടപടി നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനും പറ്റില്ല. നമ്മളൊക്കെ ബിസിനസ്സുകാരനാ, കച്ചവടക്കാരാ അല്ലേ? കച്ചവടക്കാർ ഒരു ഷീറ്റിന്റെ പുറത്ത് നമ്മൾ വിറ്റ സാധനം തിരിച്ചെടുക്കില്ല എന്ന് എഴുതാൻ പാടില്ല. ഉണ്ടോ? അങ്ങനെ തന്നെ അല്ലേ? അത് വിറ്റുപോയതാണ്. വിറ്റുപോയ സാധനം തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് നിലപാട്. എന്തായാലും സീറ്റ് വിൽപ്പന നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി തീരുമാനം പരിശോധിക്കാനാവില്ല, അങ്ങനെ പരിശോധിക്കില്ല എന്ന നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിനോടൊപ്പം ഇനി തുടരാനില്ല എന്നാണ് അവർ ഈ ഘട്ടത്തിൽ നിലപാട് പ്രഖ്യാപിക്കുന്നത്. ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് എത്താനുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല. മത്സരരംഗത്തേക്ക് തന്നെയാണ് അയ്യൂബ് അടക്കമുള്ളവർ തയ്യാറെടുക്കുന്നതെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്.